സോ എൻ്റെ അടുത്ത് അവർ അങ്ങനെ ഒന്നും കാണിച്ചാൽ ഞാൻ പോടാൻ ഞാൻ ഡേറ്റ് കൊടുക്കില്ല. സോ എനിക്ക് അങ്ങനെ ഒന്നും നെവർ ഹാപ്പൻ. വളരെ സത്യസന്ധമായ മറുപടിയാണ് ഗൈസ് പുള്ളിക്കാരത്തി കൊടുത്തത്. പുള്ളിക്കാരത്തി തന്നെ ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങിയതെന്ന്. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമാണ്, ഇതുപോലെ ആരെങ്കിലും പുള്ളിക്കാരത്തി അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെന്നാണ് പറയുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അന്നത്തെ കാലത്ത് ഹീറോയിനും എല്ലാം ഇവർ തന്നെ. സിനിമയുടെ പേര് പോലും നോക്കി ഷക്കീല എന്നൊരു പേരുണ്ടെങ്കിൽ അതിനകത്താണ് ആൾക്കാർ കയറുന്നത്. സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു നെയിമാണ്. ആൾക്കാർ ആ ഒരു നെയിം ഉണ്ടോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറും. പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ആ ഒരു സിനിമയ്ക്കകത്ത് കയറുന്നത് അത് അവരിൽ നിന്ന് എന്തായാലും കിട്ടും. നമ്മളല്ല, അന്നത്തെ കാലത്തുള്ളവർ മറ്റേ ഇടിയും വെടിയും ഒന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കത്തില്ലല്ലോ പോകുന്നത്. അവർ മറ്റേ പരിപാടിയൊക്കെ കുറച്ച് കുൽസിതൊക്കെ പ്രതീക്ഷിച്ച് അകത്തോട്ട് കയറും. പ്രേക്ഷകരെ 100% ആ ഒരു സിനിമ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അത് നിലവാരം പുലർത്തും കൈ. അതാണ് ഇപ്പോഴത്തെ സിനിമയ്ക്കൊന്നും പറ്റാതെ പോകുന്നതും അതാണ്. അന്നത്തെ ഷക്കീല പടങ്ങൾക്ക് അതൊക്കെ സാധിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പുള്ളിക്കാരത്തി അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയി മാറിയത്. അതുകൊണ്ട് ഈ പ്രൊഡ്യൂസേഴ്സിന് ഈ പുള്ളിക്കാരത്തിന്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഇവർ പറയുന്നിടത്ത് നിൽക്കും അവർ. കാര്യം 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 100 രൂപ കിട്ടുമെന്ന് അവർക്ക് ഉറപ്പാണ്. ലാഭം കിട്ടുന്നതിന്റെ മേളിലല്ലേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. അത് തന്നെ മാത്രമല്ല, ഇവരുടെ പടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ബഡ്ജറ്റൊന്നുമില്ല. 15-20 ലക്ഷമൊക്കെ അകത്തൊക്കെ വരത്തുള്ളൂ. ലണ്ടനിൽ പോയി പാട്ടൊന്നും എടുക്കണ്ടല്ല, മറ്റേ റൂമിനകത്തുള്ള പരിപാടിയല്ലേ മൊത്തം. അപ്പോൾ പിന്നെ ബഡ്ജറ്റൊക്കെ വളരെ കുറവാണ്. മിനിമം നമ്പർ ഓഫ് ആക്ടേഴ്സ് മതി, ഒരു ആക്ടറും ഒരു ആക്ട്രസും മാത്രം മതി. ആൾക്കാർ ഇടിയും വെടിയും പുകയൊന്നും കാണാനല്ലല്ലോ കയറുന്നത്, മറ്റേ പരിപാടിയാണ് അല്ലേ കയറുന്നത്. അതിന് വലിയ ബഡ്ജറ്റിൻ്റെ കാര്യമൊന്നുമില്ല, തുണി പോലും വേണ്ട. അപ്പോൾ പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ലാഭം, കുറച്ച് ചിലവ്, കൂടുതൽ കളക്ഷൻ, ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ ഡേറ്റിനും ഇവർ ഈ ഒരു മൈൻഡിലാണ് ഒരുത്തപ്പെട്ട എല്ലാ സിനിമാക്കാരും ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കാണുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സിനെക്കാളും കൂടുതൽ ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നത് ജൂനിയർ ആർട്ടിസ്റ്റിനാണ്. സോ എന്താണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് എനിക്ക് തോന്നുന്നു ഒരുതപ്പെട്ട ഇന്ത്യ മൊത്തം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ ഇടപെട്ട് എല്ലാ മേഖലകളിലും ഇതുപോലൊരു റിപ്പോർട്ട് കൊണ്ടുവരണം. ഇപ്പോൾ ബംഗാളിൽ അതിൻ്റെ ഒരു സമരം എന്തോ നടക്കുന്നുണ്ട്, അവിടെ ഇതുപോലെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇതൊരു തുടക്കമാകട്ടെ, ഒരു ശുദ്ധി കലശത്തിനുള്ള ഒരു തുടക്കമാകട്ടെ. കൂടുതലൊന്നും പറയാനില്ല ഗൈസ്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 1.5 ലക്ഷം ഇന്ന് അടിക്കണം കേട്ടല്ലോ. എല്ലാവരും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പം ശരി.